എടാ വെഡ്ഡി, നീ എത്ര 112 വയസ്സ് വരെ ജീവിച്ചാലും നിനക്ക് ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിലും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി മിതമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കണുള്ളൂ. അത് ഉണ്ടാക്കി കഴിച്ചാലും ഞാൻ ഗുഡ്ക്കും കഴിച്ച് ബീഡി വയസ്സ് നടക്കണില്ലേ. 17 വയസ്സിൽ മോഹൻ പറഞ്ഞു ഞാൻ അല്ല എന്ന് പറഞ്ഞ് നടന്നാ. ഗ്ലീഷുകളൊക്കെയാണ് അങ്ങനെ ഗുഡ്ക്കും കഴിച്ച് കുമിത്ത വെച്ചിട്ട് കൈ അടിച്ച് അങ്ങനെ നടന്നതന്നെ. എന്നിട്ട് ഗുഡ്ക്കും കഴിച്ച് ഡ്രഗ് അടിച്ച് നടന്നാ ഇല്ല. കുറ്റം പറഞ്ഞ് നടന്നാ ഇല്ല. ശോഷിച്ച വാക്കുകൾ പറഞ്ഞു നടന്നത് അത് നിന്റെ ശോഷിച്ചാവസ്ഥ. നീ ഒരു 50 വയസ്സിന് മുമ്പ് ചത്ത് കഴിഞ്ഞാലും 112 വയസ്സ് ഞാൻ പറഞ്ഞിരിക്കുമോ? എവിടെ വയസ്സ് ആ സമയത്ത് എങ്ങനെ കഴിക്കണം ആ രീതിയിൽ ഇരിക്കുക. എന്നിട്ട് നിനക്ക് മനസ്സിലാവുള്ളൂ അന്നും കുട്ടിയും കഴിച്ച് വീടുകളിൽ സിഗരറ്റ് വലിച്ചെടുക്കണല്ലേ. ഇപ്പോൾ യേശോ വീണ്ടും വരുമോ? ഒരു കാര്യം, ഫിസിക്കൽ വാലിഡേഷൻ ഇല്ല, പ്രൂഫില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജീവനില്ലാത്ത ആരാധിച്ച് ഏതോ പടുവെഡ്ഡികളോട് ഉപദേശം ചോദിച്ച് സ്വന്തം വിസ്കിയും ബ്രാൻഡിയും സിഗരറ്റും വലിച്ച് സ്വന്തം മോനെ കുറിച്ച് ക്രിസ്ത്യാനിയെ കുറിച്ച് അറിവില്ലെങ്കിൽ ഇഗ്നോറൻസ് മിസ്റ്റേക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോൺസിക്വൻസ് ഫേറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ എല്ലാ വിഡ്ഡിയും ഓട്ടോ ജോർജിനും സംസാരിക്കുന്ന വിഡ്ഡികളോടും എല്ലാ വക ഗ്ലീഷോനും വിഡ്ഡികളാക്കിയിട്ട് ബൈബിൾ വായിക്കില്ല അവരുടെ തന്ത തള്ളേൻ അനിയൊന്നും. അതുകൊണ്ട് അനിയന്മാരെ ഗ്ലീഷോന്നും യേശു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഈ വിഡ്ഡിത്തത്തിന് ഞാൻ വരുമോ? ഇല്ല. എന്നിട്ട് അവർ പീസായി ചത്തോട്ട് ഫേക്ക് ഡെത്താണെങ്കിലും എന്താണെങ്കിലും ഫേക്ക് വരുവാണെങ്കിലും വേറെ യേശോ വരുമോ? വന്നത് ആ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഗുഡ്കിയും കഴിച്ച് ബീഡി വലിച്ച് നടക്കണ്ട ഞാൻ ഇല്ല. നിങ്ങളാണ് നിങ്ങളുടെ ഹെൽത്ത് നാശാക്കണം. നിങ്ങളൊരു 50 വർഷം മുമ്പ് ചാവും, അല്ല അതിന് മുമ്പ് ചാവും. അപ്പോൾ ആ മനസ്സിലാക്കണം. അപ്പോഴും നിങ്ങൾ വേറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായിരിക്കും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തിരിക്കണ്ടാവും. അപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും 4 വർഷം ഒരു വൃത്തികെട്ട സ്ഥലത്തുണ്ടായിരുന്നു. എന്തെങ്കിലും പറയണതിന് ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഗുഡ്ക ബീഡി സിഗരറ്റ് വലിച്ച് നടക്കാൻ പോയി. എത്ര 4 വർഷം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണോ 2.5 മണിക്കൂറുടെ സിനിമയാണോ? അല്ല. ഈ വെഡ്ഡികളുടെ സിനിമ ആര് നോക്കാൻ പോകുന്നില്ലേ? സുകുമാരി എന്ന് പറഞ്ഞൊരു വെഡ്ഡിയുണ്ട് ഇല്ലേ? അതിൻ്റെ സിനിമകൾ ചത്തു, അത് കാണാൻ പോകാറുണ്ട് ആരെങ്കിലും? ഇല്ല. സുകുമാരി, ബഹദൂർ, ശാരദ, അങ്ങനെയുള്ള കുറേ പേര്. അതുപോലെ ഞാൻ മണി എന്ന് പറഞ്ഞ സിനിമ ഇതിനകത്ത് നോക്കാൻ പാടില്ലേ? ദിലീപ്, എല്ലാവരും ഫേക്ക് പേരുകളാണ്. ദിലീപ് എന്ന് പറഞ്ഞ വെഡ്ഡി അത് ഡൈവോഴ്സ് ചെയ്ത് വേറെ പെണ്ണിനെ കെട്ടി. അതും ഒരു ചെകുത്താൻ വെഡ്ഡിനെ കല്യാണം കഴിച്ചാണ്. അതിന് മക്കളുണ്ടായതും ചെകുത്താൻ വെഡ്ഡിയാന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ചെയ്യണതിന് അവരുടെ സിനിമകൾ ഒരു 10 ഇവർ കണ്ട ഒരു വയസ്സായവരും യങ് പീപ്പിളൊക്കെ കുറേ നാളുകൾ ചത്തുപോകും. ആക്സിഡൻ്റ് ആയാലും ഹെൽത്ത് ഇതായിട്ട് പോയി ചാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ പേരാണ് ഇവരുടെ സിനിമ നോക്കാൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നോക്കാനും തോന്നില്ലേ. പിന്നെ എന്തിനാണ് ഈ വെറുതെ ആവശ്യമില്ല വേസ്റ്റ് കണ്ടു പറഞ്ഞ് നീ ഒരു 50 വർഷം നീ മുമ്പ് ചാവുമ്പോൾ ഇത് വേസ്റ്റ് നീ ചെയ്തതിന് എന്ത് ഗുണം തോന്നിക്കണേ? ഇതിനു മുമ്പ് ബാപ്റ്റിസം ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയണ ഈ വിഡ്ഡികൾ പുറജീവനൊന്നും ഇല്ല പറയണ ഏത് ക്രിസ്ത്യാനിറ്റിനെ വിശ്വസിക്കണം, ഏത് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. യേശുവിടെ വരവ് കഴിഞ്ഞു, അതൊന്നും വേറെ ഒന്നും വരാനില്ല. ഏതാ റിസറക്ഷൻ ചെയ്യാനുള്ളത് നോക്കും. അവൾ ചെറുപ്പത്തിൽ ചെയ്യണ രീതിയല്ല. അന്ന് നിങ്ങൾ വിസ്കിയും ബ്രാൻഡി അടിച്ച് സിഗരറ്റും വലിച്ച് വീട്ടിലിരിക്കുകയാണ് വിഡ്ഢിത്തം പറഞ്ഞ്. അപ്പോൾ അതല്ല ആൾക്കാർക്ക് ഇതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ആൾക്കാർക്ക് ഇതില്ലാത്തത് വിഡ്ഢിത്തം പറഞ്ഞ് വിഡ്ഢിത്തം വിശ്വസിച്ച് റോമൻ കാത്തലിക് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടും ആ സൺഡേയിൽ എല്ലാം വിഡ്ഢിത്തം റിപ്പീറ്റ് ചെയ്യാൻ പോണേ. ക്രിസ്മസിന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ആ വാക്കുകൾ ആരെയും കുറിച്ച് പറഞ്ഞാലല്ലേ ആരെയും പറഞ്ഞാൽ എനിക്ക് കൊള്ളുള്ളൂ. എനിക്ക് കൊള്ളുണ്ടെങ്കിലല്ലേ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ, നിങ്ങളുടെ ഫോളിഷ്നെസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടെങ്കിൽ ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് എത്ര വർഷം നടക്കണമായിരുന്നു? അത് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി ഉണ്ടാവാനും പോകില്ല. ഒരു 112 വയസ്സ് വരെ ജീവിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താ? അവിടെ വരെ നീ 50 വയസ്സ് മുമ്പ് നീ ചത്ത് കഴിഞ്ഞാൽ നിന്റെ ഹെൽത്ത് കണ്ടിട്ട് അങ്ങനെ തോന്നണേ ഇല്ലാണ്ടാവാനും ചെയ്യും. ഒരു വർഷം കൂടി ഇല്ല അങ്ങനെയുള്ള ശവങ്ങൾ. കുമ്മൂട്ടി, മാമുക്കോയ അങ്ങനത്തെ ഉള്ള കുറേ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനിയും ഇല്ലാണ്ടാവാതിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് 112 വയസ്സ് ഇങ്ങനെ കക്കും. അപ്പോഴും കുടുക്കിയും കഴിച്ച് നടക്കണല്ലേ, നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും സ്വയം ചെയ്യുന്നതും ഇവിടെ 4 വർഷം കൂങ്കളൂരുണ്ടായിരുന്നു വൃത്തി റിസൾട്ട്. അവിടെ ഒഴിഞ്ഞാൽ ഞാൻ സ്വന്തം കാര്യം നോക്കി നടക്കാൻ പഠിക്കാതെയും ഒരു ലെവലനുസരിച്ച് വരുമ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണം. നിന്റെ പോലത്തെ വെട്ടികൾ അന്നേ ആകുമ്പോൾ നീ ചെയ്ത വെട്ടിത്തം മൊത്തം എന്ത് ഗുണം തോന്നിയോ? എല്ലാം വേസ്റ്റിന് വേണ്ടി ചെയ്തത്. ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ അതിനൊരു ഫോട്ടോ എടുത്ത് വെച്ച് എന്ത് ഗുണം തോന്നുന്നത് നിങ്ങളുടെ 2 മുഖത്തിന്? ഒരു വിഡ്ഡിസ്ത്രീക്കൊപ്പം വിഡ്ഡിത്തം ഡ്രഗ് അടിച്ച് നടക്കണ പോലത്തെ വിഡ്ഡിത്തം സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇത് നിങ്ങൾ വിഡ്ഡിത്തം മാറ്റാനുള്ള കാര്യങ്ങൾ പറയണേ. അയാൾ വിഡ്ഡിത്തം ചെയ്ത് നടന്നു എന്നിട്ടാണോ ഞാൻ പറയണേ? അല്ല, അങ്ങനെ ചെയ്ത് നടക്കണല്ലേ. അപ്പോൾ എനിക്കറിയാം ഒരു മുമ്പ് ഞാൻ ആരും വിളിക്കണല്ലേ. പിന്നെ എങ്ങനെയാണ് നീ പറയണ വിഡ്ഡിത്തം എനിക്ക് കൊള്ളാം? അങ്ങനെയാണ് ഞാൻ എന്തൊക്കെ ചെയ്ത് നടന്നേനെ? ഇല്ല. അപ്പോൾ ഞാൻ സ്ട്രോങ് മനസ്സിൽ ഇപ്പം ഇങ്ങനെയാണ് ഒരു 7-8 മണിക്കൂർ ഉറങ്ങേണ്ട സമയത്ത് പ്രസ്താവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വെള്ളം കുടിക്കാണ്ട് പ്രസ്താവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 7-8-9 മണിക്കൂർ ഉറങ്ങേണ്ട സമയത്ത് രാത്രി പുലർച്ചെ ചെയ്യണ്ടെങ്കിൽ എത്ര നിങ്ങൾ പറയിപ്പിച്ച് പറയണവരാണ്. അപ്പോൾ എത്ര 112 വയസ്സ് വരെ ജീവിക്കണ്ടെങ്കിൽ എത്ര സ്ട്രോങ് ആയിരിക്കും അതിനേക്കാളും ഞാൻ. ആ മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷി ഇല്ലാത്തത് നിങ്ങൾക്ക്. എന്നിട്ട് പറഞ്ഞ കേട്ടോ, നവംബർ 5, 2020 ജനിച്ചിട്ടുള്ളൂ. ഇത്ര നാളുണ്ടായതും പറയാത്തതും ചെയ്യാത്തതും കാണാത്തതും കണ്ടതും മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ പൊട്ടി മുളച്ച് വന്നുള്ളൂ.
എടാ നിന്റെ നാവിന്ന് വരുന്നത് നിന്റെ ശോഷിച്ചാവസ്ഥ കാണിക്കണേ, അവിടെ എൻ്റെ അല്ല. ഞാൻ ആരെ കുറിച്ച് പറയാൻ പോയിട്ടില്ലേ. സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പഠിക്കും. ഡ്രഗ് അടിച്ച് കുടിച്ചിറങ്ങണ പാതിരികളാണെങ്കിലും ഏതാണെങ്കിലും ഈ വെഡിവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെകുത്താൻ വെഡിത്തരത്തിൻ്റെ അവസ്ഥ കാണിക്കണേ. എല്ലാം സാലറിക്ക് വേണ്ടി പാതിരി വേഷം കെട്ടി റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് നടത്തണേന്. അത് റിമെമ്പർ ചെയ്യാൻ പറഞ്ഞ് ഫ്രീ ആയിട്ട് അത് പങ്കുവയ്ക്കാതെ പറയണം. അല്ലാണ്ട് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്യേണ്ടത് നിന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? യേശു വാരിയറിനെ പോലെ വരിക, ജഡ്ജ്മെൻറ്റ് തന്നെയായിരിക്കും. അതിന് ഫിസിക്കൽ പ്രൂഫ് ഉണ്ടാവില്ല. അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നുമല്ല, വേറെ പേരില്ല വരിക. ഫിസിക്കൽ പ്രൂഫാ, ഫിസിക്കൽ വാലിഡേഷന്, ഓൺലൈൻ വാലിഡേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ പോപ്പും കോപ്പും അല്ല സെലക്ട് ചെയ്യാൻ പോണവരെ. എടി വിഡ്ഢി സ്ത്രീ, നിന്റെ അടുത്ത് ഈ പെണ്ണാണ്. കുറെ പെണ്ണുങ്ങളും ആദിവാസി സ്ത്രീകൾ ഇതന്നെ പറഞ്ഞിരിക്കണം. നീ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ക്ലീശ, നീ ഏത് വിഡ്ഢിനെ കുറിച്ച് നീ പറയണേ, അവർ വരെ ഇങ്ങനെ പറയും. അപ്പം തന്നെ നീ ഓടിപ്പോ, ബാക്കി കേൾക്കാൻ നീ നിൽക്കില്ല. പിന്നെ നീ എന്ത് വിഡ്ഢിത്ത, നീ എന്തിനാ ഇങ്ങനെ വാക്കുകൾ പറഞ്ഞ് നിന്റെ ലൈഫ് വേസ്റ്റ് ആക്കിയിട്ട് ഒരു വിഡ്ഢിയാനെ സപ്പോർട്ട് ചെയ്ത് നടക്കണേ? അത് നശ്വരമായ സ്ത്രീകളെയും ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കണവരാണ്. അവർക്ക് വേറെ ലൈഫില്ല, അവർക്ക് ഈ ജീവിതം തന്നെ വേസ്റ്റാണ്. ഫിലിംസിന് എപ്പോഴാണ് തകർന്നു പോകാൻ ജീവനില്ലാത്ത ദൈവത്തെ പ്രാധാന്യം കൊടുക്കാണ്ട് അറിയാണ്ട് ഈ ജീവനില്ലാത്തതിനൊക്കെ ആരാധിച്ച് നടക്കണതിന്. ശിവൻ, വിഡിത്തം, കൃഷ്ണ, ജീവനില്ലാത്ത നശ്വരമായ സ്ത്രീ, നശ്വര ഹ്യൂമൻസ്, നശ്വര മൃഗങ്ങളെ ആരാധിക്കണതിന്. കൂനെന്ന് പറഞ്ഞ നാന ബൈബിൾ വായിച്ചിട്ടില്ലേ? അവർക്ക് ജീവനോട് ദൈവമായിട്ടൊരു ബന്ധമില്ല. അത് അനിയനെ യേശു പറഞ്ഞു നടന്നിട്ട് വിഡിത്തം കാരണം, ഒരു ബൈബിൾ വായിക്കാത്ത പാതി അറിവ് കാരണം കടിഞ്ഞൂലാണോ അനിയനെന്ന് അറിയില്ല. അതാണ് അവൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഈ മൂത്തര അനിയൻ വ്യത്യാസം. ഈ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി പീസായി ചത്തു. അങ്ങനെയാണ് ഉണ്ടായിക്കണേ. എനിക്ക് അങ്ങനെയുള്ള മക്കളൊന്നും ഇല്ല. 112 വയസ്സ് ജീവിച്ചാലും എനിക്ക് മക്കളുണ്ടാവില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകണില്ലെന്ന് അറിയാലോ. പിന്നെ നീ ഏത് വെഡിനെയാണ് സ്വപ്നം കാണണ? നീ യേശു കല്യാണം കഴിച്ചിറക്ക എല്ലാവരും സെക്കൻഡ് കമ്മിങ് യേശു ജഡ്ജ്മെന്റ് വരാണ്ട് അതിനെയാണോ നടക്കണേ? നിനക്കത് ബുദ്ധി ബോധമില്ലാത്ത സ്ഥിരതല്ലേ നിനക്ക്? വ്യത്യാസം അറിയാതിരിക്കാൻ. കുറെ ശവം പോലത്തെ പിടിച്ച ശവങ്ങൾ പോലത്തെ ജീവിതം നയിക്കണേ. അയ്യോ ഇതിനൊക്കെ മോന്ത കണ്ട ഛർദ്ദിക്കാൻ തോന്നുന്നില്ല. എനിക്ക് സംസാരിച്ചാൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ പറ്റില്ല. മുഖത്തോക്കി സംസാരിക്കാണ്ട് അവിടെ ഇവിടെയും വീടിൻ്റെ പരിസരത്ത് എവിടെയാണെങ്കിലും തൊഴിൽപിടിച്ച് നോക്കാൻ പോകണല്ലേ. പരിസരത്ത് പറയിപ്പിച്ച് ഏതോ കുണ്ടന്മാരും അപ്പാപ്പ വയസ്സായ ആൾക്കാരെ പോലെ അവിടെ ഇവിടെ പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാടി? നിനക്കറിയാം ഞാൻ ഗേ അല്ല, അല്ലെങ്കിൽ ആണും പെണ്ണും. വയസ്സായപ്പോഴും നീ ഇത് പറഞ്ഞോണ്ടിരിക്കുമോ? ബോയ്സ് ഗേൾസ് ഇഷ്ടപ്പെടുന്നേ അല്ലേ? പെണ്ണുങ്ങളോട് ചെയ്യണോ ആണുങ്ങളോട് ചെയ്യണമെന്നുണ്ടാ? ഇല്ല. അത് പറയണല്ലേ. നിന്റെ കളവ് നിന്നെ പോലീസുകാർ വന്ന് അന്വേഷിച്ച് നിന്റെ കളവ് എടുത്തിട്ട് അന്വേഷിച്ച് എങ്ങനെ വിളിച്ചു വരുത്തിയേ? ഞാൻ വിളിച്ചു വരുത്തി ആരും ഇങ്ങോട്ട്, അതാണ് സ്ട്രെങ്ത്. ആരും കളവ് ചെയ്തിട്ട് പോകണില്ലല്ലോ. ഏത് പോകുമ്പോഴേ ഇവിടെ വീട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ വീട്ടുകാർ എന്നിട്ട് കള്ളം വന്നിട്ട് സ്വർണം കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ആ ചോദിച്ച് ഇങ്ങനെ കാരണം പറഞ്ഞാൽ അളിഞ്ഞ് തല താഴ്ത്തി ഇങ്ങനെ പോകാൻ നിങ്ങൾക്ക് നാണാവില്ലേ? ആ വീട്ടുകാർ തല താഴ്ത്തി പോണേന്ന് അറിയാം. ആ ക്രിമിയേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു മാനക്കേട് ഇനി ഉണ്ടാക്കലേന്ന് പോലീസ് താക്കീത്ത് കൊടുത്ത പോണേന്ന് അറിയാം. എന്നിട്ടും ഈ വെഡ്ഡി വാക്ക് പറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് നാണാവില്ലയുടെ വെഡ്ഡി. ഇവിടെ ഹിന്ദി വരണല്ലേ. എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷിയില്ലേ നിനക്ക്? ഹിന്ദിക്കാർ കുട്ട കഴിച്ച് നടക്കണ ഈ വെഡ്ഡികൾ ആരെയും ഇത് പറയുമോ? ശരിക്കുള്ള വെഡ്ഡിത്തം മാറ്റി കുഴി ചാടാതിരിക്കാൻ പറയുമോ? അവർ ഈ വെഡ്ഡിത്തം പറഞ്ഞ് കുട്ടിയും കഴിച്ച് കുഴി ചാടിക്കൊണ്ടിരിക്കും. ഇത് പറയിപ്പിച്ച് പറയണ പോലെയല്ല. പറയിപ്പിച്ച് പറഞ്ഞ ഞാൻ അരമണിക്കൂർ നിൽക്കണം. ഒന്നും സംസാരിക്കുമെന്ന് പറയാനായിട്ട് ഞാൻ അവിടെ അരമണിക്കൂർ നിൽക്കണേ. നിങ്ങൾ 9 വർഷം മണിക്കൂർ എന്നോട് സംസാരിക്കാത്തത് അതിൻ്റെ കാരണം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാണ്ട് എന്നോട് ഫോളിഷ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്താ കാര്യം? ഫോളിഷ് ആൻസർ ഉള്ളൂ. എനിക്ക് ആൻസേഴ്സ് അല്ലേ വരുള്ളൂ. എനിക്ക് മാത്സിന് ഇങ്ങനെ മാർക്ക് കുറവാണ്, കണക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണല്ലേ. എനിക്ക് കണക്കിന് ചേരുവാണല്ലോ പറഞ്ഞിട്ട് അത് അവിടെ പതുക്കെ എഴുന്നേറ്റ് പോയി. ഞാനത് എൻ്റെ കാര്യം നോക്കി പോകണു. എടാ വിഡിത്തത്തിൽ എഴുന്നേറ്റ് പോകുന്നതും ഒരു സ്ട്രെങ്ത് ആയിട്ട് വീക്ക്നെസ് ഇല്ലാണ്ട് ഒരു സ്ട്രെങ്ത്തോടെ മനസ്സിൽ കണ്ട് എല്ലാം മനസ്സിലാക്കി പോണത് വ്യത്യാസം ഉണ്ടോ? വെഡ്ഡി സമയത്തിന് കാലത്തനുസരിച്ച് വരുത്തുണ്ട്. അങ്ങനെ ഉണ്ടാവും. അവിടെ ഏതോ വൃത്തികെട്ട സമയത്തും കണക്ഷൻ അനുസരിച്ച് അതല്ല. ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കണവർ പൊലിക്ക് തന്നെ പോകും. ഇങ്ങനെയുള്ള ശവങ്ങൾക്ക് വേറെ ഇവർക്കൊക്കെ ഭാര്യമാർ ഓർത്തിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം എനിക്കറിയില്ല. ഭാര്യമാർ വിഡിത്തം പറയണു, ഈ ഭർത്താക്കന്മാർ അതിനും കൂടെ വിഡിത്തം സപ്പോർട്ട് ചെയ്ത് പറയണു. ഒരു ശവമായി കഴിക്കുമ്പോൾ ഒരു തെളിച്ചല്ലുള്ള ശവമായിട്ട് കടന്നു കഴിഞ്ഞാൽ ചെയ്തതിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് ഒരു മീനിങ്ലെസ് ഇല്ലാത്ത ഒരു ജീവിതം. എന്തിനവരിങ്ങനെ ജീവിക്കണമെന്നറിയില്ല.
എടി ഏടാ നീ മനസ്സിലാക്കുക, നീ ഓൾറെഡി വിഡ്ഢിയാന്ന് മനസ്സിലാക്കുക. ലവ് ചെയ്യാം, എല്ലാം ചെയ്യാം, പിന്നെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണല്ലേ. നീ നോക്കി ഒരു വേസ്റ്റ് ജീവിതം ജീവിച്ച, മീനിങ്ലെസ് ആയ ജീവിതം ജീവിച്ചിട്ട് തലയിൽ നീ എഴുതി വെക്കി വിഡ്ഢിയാന്ന് നീ. എന്നിട്ട് ഇങ്ങനെ ഷർട്ട് പാൻറ് എടുത്ത് അണിഞ്ഞൊരുക്കി പോവില്ലേ, അപ്പോഴും മനസ്സിലാക്കുക നീ ഒരു വിഡ്ഢിയാൻ്റെ രൂപമാണ്. വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാക്കി നീ ഒരു വിഡ്ഢിയാനാണ് തലയിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. എന്താ വെച്ചാൽ വായന്ന് വരുന്ന മൊത്തം വിഡ്ഢിത്താണ്. വിഡ്ഢികളെ ആശ്രയിച്ചിട്ട് ആ വിഡ്ഢിത്തം കേട്ടിട്ട് ആ വിഡ്ഢിത്തം തന്നെ നാവുകൊണ്ട് പറഞ്ഞിട്ട് നാണാവണ്ടത്. പൂർണ്ണ അറിവില്ലാണ്ട് ഞാനിങ്ങനെ വാക്കുകൾ നിന്നെ കുറിച്ച് ആരെ കുറിച്ച് പറയണല്ലേ, അപ്പം തന്നെ എനിക്കത് കൊള്ളണില്ലെന്ന് അറിയാം. വയസ്സായി 112 വയസ്സായി ആയിക്കോട്ടെ, അപ്പോഴും നീ ഡ്രഗ് അടിച്ച് നീ ചത്തുണ്ടാവും. വേറെ ആൾക്കാരും ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് നടന്നിട്ട് ഞാനത് ചെയ്യണല്ലേ, നിന്റെ വിഡ്ഢിത്തം ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. അതെന്താ മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ട്. എന്നിട്ടൊരു മീനിങ്ലെസ് ആയിട്ട് ജീവിതം ജീവിച്ചിട്ട് ചാവണേന്ന് ഭേദം ഒരു മീനിങ്ലെസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് കാലത്തിനനുസരിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പഠിക്കും. അതുകൊണ്ട് ഏതോ വെഡ്ഡീനെ ഓർത്തിട്ട് ഏതൊരു ജഡ്ജ്മെൻറ്റ്, ഏതൊരു റിസറക്ഷൻ ഓർ നോ റിസറക്ഷൻ, എല്ലാ വെഡ്ഡിത്തം പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഏത് ക്രിസ്ത്യാനിറ്റിനെ ഫോളോ ചെയ്യണേ? ഈ ഹിന്ദു ശോഷിച്ച വിഡ്ഢികൾക്ക്, പടുവിഡ്ഢികൾക്ക് അവർ വീട്ടുപേരിൽ തന്നെയുണ്ട്, പടുവിഡ്ഢിയാന്ന് എടുക്കുക. എന്നിട്ട് ആ വിഡ്ഢിയന്മാരുടെ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അറിയോ പറയാൻ? അത് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് നിനക്ക് സ്വയം അറിയില്ലെങ്കിൽ നിൻ്റെ ഇഗ്നോറൻസ്, നീ തന്നെ പറഞ്ഞു ഇഗ്നോറൻസ് മിസ്റ്റേക്ക്, അതിൻ്റെ കോൺസിക്വൻസസ് ഫേറ്റലാവുന്നു. പിന്നെ എന്തിനാണ് നീ വേറെ വിഡ്ഢികളോട് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കണം? വിഡ്ഢിത്തം അവർ പറഞ്ഞു തരും. ഇവരെന്തിനാ എൻ്റെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് എനിക്കറിയില്ല, എന്നോട് ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടോ? അപ്പം നീ വിസ്കിയും ബ്രാൻഡി അടിച്ച് സിഗരറ്റും വലിച്ച് തന്തേനെ തള്ളായിക്കൊണ്ട് അരുന്ന് കുട്ടി വാങ്ങിപ്പിക്കുന്ന രീതിയിൽ ഈ ജീവനില്ലാത്തത് ആരാധിച്ച് റോമൻ കാത്തലിക്സ് മൊത്തം തെറ്റാന്നറിയാം. അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തിനാ ഓർമ്മപ്പെടണേ? എന്തിനാ നീ തിടുക്കം കാണിക്കണ വിഡ്ഢിത്തം ചെയ്യാനായിട്ട്? പിന്നെയും പറഞ്ഞു ഒരു പോപ്പ് കാരണം ഒന്നും നടക്കാൻ പോകില്ല. പോപ്പ് സെലക്ട് ചെയ്യില്ല സെക്കൻഡ് കമ്മിങ്. നിങ്ങളുടെ വിഡ്ഢിത്തം നിങ്ങൾ എന്തിനാ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു മീനിങ്ലെസ് ആയിട്ട് ഒരു കുമ്മുട്ടിയ ഒരു മാമുക്കോയ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അവർക്ക് ചാന്ന് പറയാം, അവർക്കൊന്നും അറിയില്ല. മാമുക്കോയ മുസ്ലിംസ്, ഹിന്ദുസ്, റോമൻ കാത്തലിക്സ് എല്ലാം വിഡ്ഢിത്തരത്തിലുള്ള ചെകുത്താൻ വിഡ്ഢി തരമുണ്ടല്ലോ. ചെകുത്താൻ പള്ളികളെക്കാൾ കഷ്ടമായിട്ട് ആൻറ്റി ക്രൈസ്റ്റിലാണ് ചെകുത്താൻ വിഡ്ഢിത്തരത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കുക. ഭക്ഷണം ഉണ്ടാക്കി അണിഞ്ഞൊരുങ്ങി ഈ വെഡിത്തം ചെയ്യാൻ തിടുക്കം കാണിക്കുക. എല്ലാ ദിവസവും എല്ലാ സൺഡേ രേഷിക്ക് ബന്ധമില്ല, എല്ലാ December 25 ആഘോഷിക്കാൻ നടക്കുക. ഏതോ സൂര്യഭഗവാൻ എന്ന് പറഞ്ഞ ഭഗവാനേ ഇല്ല. എന്നിട്ട് ആ റോമൻസ് പറഞ്ഞ ആ ഡേറ്റിൽ അതിന് മനസ്സിലായി സുനാമി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഏത് കേട്ടുകളില്ലാത്തത് എരന്ന് കുട്ടി വാങ്ങാം, സുഖവാദനനുസരിച്ച് എരന്ന് കുട്ടി വാങ്ങാം, അതിന് നേരെ തിരിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളത് അരുന്ന് കൂട്ടി വാങ്ങി ജീവമില്ലാത്തത് ആരാധിക്കുക, ജീവമില്ലാത്ത വിഡിത്തം ആരാധിക്കുക. ആ ഈ ഹിന്ദുസിന്, റോമൻ കാത്തലിക്സിന്, സോഷ്യൽ മുസ്ലിംസിന് ഒന്നും ഈ ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല. അതാണ് ജഡ്ജ്മെൻറ്റ്. യേശോ ബാരിയറാണ്, സ്ട്രോഡാണ് ഫാമിലിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് പറയുന്നത് യേശു ഇസ് നോട്ട് എ വെരി നൈസ് പേഴ്സൺ. നല്ലതിന് വേണ്ടി ചെയ്തതാണെങ്കിലും നിങ്ങൾ വിഡിത്തം നേരെ വിപരീതം ചെയ്താൽ അതിനോട് ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ലേ? നേരെ വിപരീതമാണ് പാതിരികളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ അതും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ഏതോ വ്യഭിചാരികളൊക്കെ ആരാധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു മധ്യസ്ഥനുള്ളതെന്ന് പറയുന്നുണ്ട്. നശ്വരമായ സ്ത്രീകളെയും നശ്വരം ഹ്യൂമൻസിനെയും നശ്വര മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ലേ? അപ്പോഴേക്കും മനസ്സിലാക്കുക നീ വിഡിത്താണ് നിന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അത് മനസ്സിലാവും. സമയത്ത് കാലത്തിനനുസരിച്ച് വന്നത് അതുപോലെ നടക്കും. അല്ലാണ്ട് അതിന് വലിയ പ്രൂഫും അതിന് ഹ്യൂമൻ വാലിഡേഷനും അങ്ങനെ എല്ലാ പോപ്പും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ല യേശുവയുടെ സെക്കൻഡ് കമ്മിങ് സെലക്ട് ചെയ്യണത്. അത് അപ്പം നിങ്ങൾ അല്ലാണെന്ന് പറയണതിൽ അർത്ഥമില്ലല്ലോ. അത് മനസ്സിലാക്കുക നിങ്ങളുടെ വിഡിത്തം എന്താണ്. നിങ്ങളുടെ വിഡിത്തം ഡിപ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും, വിഷമം വരും, മറക്കണം തോന്നും, ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഡ്രഗ് അടിച്ച് കുടിച്ച് കുട്ടിയും കഴിച്ച് ഇങ്ങനെ പീടിയും വലിച്ച് ഹിന്ദിക്കാരുടെയും മലയാളികളുടെ കൂടെയും സിഗരറ്റ് വലിച്ച് നടക്കും. അങ്ങനെ എന്തെങ്കിലും സാമ്യത ഇവിടെ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് നീങ്ങാൻ പഠിക്കുക. നിങ്ങളുടെ വിഡിത്തം ഞാൻ ഡിപ്പെൻഡ് ചെയ്യണല്ലേ. സമാധാനത്തോടെ സ്ട്രോങ്ങോടെ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കുക. ഇത് ഞാൻ നല്ല സന്തോഷത്തോടെ പറയണം. ഇപ്പോൾ ആരെയും വിളിച്ചാൽ ഞാൻ ഇവിടെ അവർക്ക് ഇറങ്ങി പോയിട്ട് അവരുടെ കാര്യങ്ങൾ എന്താ ഷോപ്പിംഗ് ചെയ്ത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരും, എന്തെങ്കിലും ഡ്രസ്സ് മേടിച്ച് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കും. അപ്പോഴും ഞാൻ എന്തായാലും പറഞ്ഞു വിഡിത്തത്തിൽ ഞാൻ കൈയിടില്ലയാണ്. നിൻ്റെ വിഡിത്തം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നീ വിഡിത്തം ഏറ്റവും വലിയ പടുവിഡ്ഢിയാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഈ പടുവെഡ്ഡി പെട്ടതലേന് ഏതോ പടുവെഡ്ഡിയോട് ഉപദേശം ചോദിച്ചിട്ട് മരിച്ചു കഴിഞ്ഞു എന്ന് പറയണ ഈ വെഡ്ഡി ഏത് ക്രിസ്ത്യാനിറ്റിനെ ഫോളോ ചെയ്യണമെന്ന് അറിയില്ല. ഒന്നാമത് വെഡ്ഡി കോൺടാക്ട് വെക്കുന്നത് മേരിദാസ് എന്ന് പറയുന്ന പേര് തെറ്റായിട്ടുള്ള മേരീനെ ആരാധിക്കണവനായിട്ടുള്ള ഫാമിലി ആയിട്ട് ഈ വെഡ്ഡിക്ക് ബന്ധം. അപ്പോൾ മനസ്സിലാക്കുക, എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഏത് ചിക്കോകളായാലും ഏത് പണ്ടാരം പിടിച്ച ആണെങ്കിലും അവർ ഡ്രഗ് അടിച്ച് കുടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നിൻ്റെ വെഡിത്തത്തിന് ഡിപ്പെൻഡ് ചെയ്ത് സിഗരറ്റും വലിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് ധൈര്യമില്ലാത്തവർ, ദേഷ്യം വരണവർ,
വിഷമം വരുന്നവർ, മറക്കണം തോന്നുന്നവർ, ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരാണ്. അവർ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ശരിക്കും പറയില്ല. ശരിക്കും കാലത്തിനനുസരിച്ച് വന്നിട്ടില്ലേ. അവരേതോ വെഡ്ഡി സമയത്ത് ജനിച്ച് വെഡിത്തം പാതിരി വേഷം കെട്ടണവരെയും സ്വാമി വേഷം കെട്ടണവരെയും അഭിനയിപ്പിച്ച് ഇങ്ങനെ വെഡിത്തം ചെയ്ത് നടക്കണു. അപ്പോൾ നീ വെഡിത്തം മാറ്റിയിട്ട് അത് അടുത്തിലേക്ക് കിടക്കാൻ പഠിക്കും. അല്ലാണ്ട് ഈ വെഡിത്തം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ തോറ്റ വേർഡ്സ് പറഞ്ഞുകൊടുത്താൽ സ്വയം തോൽക്കാൻ ഒരുമ്പെട്ട ഓൾറെഡി തോറ്റിരിക്കുകയാണ്, വീണ്ടും തോൽക്കാനേ ചെയ്യും. ഇത്ര നാൾ കിട്ടിയ പോലെ അറിയാത്തത് ഞാൻ എന്താ വേറെ ഇപ്പോൾ പൊട്ടി മുളച്ച് വന്നിട്ടുള്ളൂ. ഇത്ര നാൾ കിട്ടിയതും കണ്ടതും വായിച്ചതും മനസ്സിലാക്കാൻ അറിയാണ്ട് വേറെ കേൾക്കാണ്ട് അറിയാണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല നിനക്ക്.